ഹായ്, എന്റെ പേര് ദത്ത. ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം റോബോ. ഇതെന്റെ ടീം അംഗങ്ങളാണ്. എന്റെ പേര് വിഷ്ണു. എന്റെ പേര് ഹാരിയാണ്. എന്റെ പേര് റോസ്. ഞങ്ങൾ പ്രോജക്ട് എന്താണെന്ന് വെച്ചാൽ എലിഫന്റ് ഡീറ്റെയിൽസ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളെ എലിഫന്റിനെ മനുഷ്യവാസം നമ്മുടെ എലിഫന്റ് എന്തെങ്കിലും തടസ്സം പറ്റിയില്ലെങ്കിൽ നമുക്ക് അതുവഴി ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എലിഫന്റിനെ ഡീറ്റെയിൽ ചെയ്യുക. അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആനകളെ നമ്മളുടെ സംഖ്യ വന്നിട്ട് കുറെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആനകൾക്ക് അല്ലാത്തതാണ് ഉണ്ടാക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ വയനാട് ചുരുണ്ടതായ ദുരന്തത്തിൽ ആനകൾ ആദ്യം തന്നെ അലേർട്ടായി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ 9ാം ക്ലാസ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് പുറപ്പെടുക. അത് ആനകൾക്ക് വേഗം കേൾക്കാൻ കഴിയും. അത് അവർ അറിഞ്ഞ് പിന്നെ തന്നെ അലേർട്ടായി ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് പറഞ്ഞാല് നമ്മള് 12 സബ്വൂഫർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ആപ്റ്റായ ഒരു ആംപ്ലിഫയറും അത് പവർ സപ്ലൈക്ക് ഒരു പവർ സപ്ലൈ വയറും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനം ജസ്റ്റ് കാണാം. അപ്പൊ നമ്മള് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കണക്ട് ചെയ്യണം. നമ്മൾ ഫോണില് ഈ ആംപ്ലിഫയർ ആണ് ബ്ലൂടൂത്ത് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആംപ്ലിഫയർ ആണ്. അപ്പൊ നമ്മള് ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് എടുത്തിട്ട് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മള് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇത് കേൾക്കണം. നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് നമ്മൾ ഈ ബോക്സിന്, അതായത് നമ്മൾ ഈ പ്രൊജക്റ്റിന് പ്രൊഡ്യൂസ് ചെയ്തിട്ടാൽ മതി. അപ്പൊ ഇൻഫ്രാസോണിക് പറഞ്ഞാൽ ബിലോ 20 ഹെർട്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ യൂട്യൂബില് ഒരു ഓഡിയോ എടുക്കാം. നമ്മള് ഇപ്പൊ 20 ഹെർട്സ് ബിലോ ആണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അപ്പൊ അതിന് നമ്മളിപ്പോ ഇതില് ചിലപ്പോ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസി പറഞ്ഞാല് ഒരു 5 ഹെർട്സ് ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മള് യൂട്യൂബില് 5 ഹെർട്സ് ഫ്രീക്വൻസിന്റെ ഒരു ഓഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്ലിക്ക് ചെയ്ത് ഇതിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പൊ നമ്മള് എടുത്തേക്ക് വന്നാ കാണാം. ഈ സ്പീക്കർ നമുക്ക് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഇതന്നെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ വലിയ സബ്വൂഫർ എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ ആനകൾക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിലും ആനകൾക്ക്, അതായത് വലിയ സബ്വൂഫർ വെച്ചതിന്റെ ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഹൈ ഡിസ്റ്റൻസിലേക്ക് കിട്ടും. അതിനാണ് നമ്മൾ ഈ വലിയ സബ്വൂഫർ വെച്ചിട്ടുള്ളത്. അപ്പം എന്താണ്, ഇപ്പൊ നമ്മൾ കുറച്ച് ദൂരത്താണെങ്കിലും ആനയുടെ അടുത്ത് പോയിട്ട് ഈ സാധനം വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ടാണെങ്കിലും നമുക്ക് ആനകളെ, അതായത് ഇറിറ്റേറ്റ് ചെയ്യാമെന്നാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അതായത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ, നമ്മൾ മയക്കുവെടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് അവർക്ക് ഹാംഫുൾ ആയ രീതിയിലൊന്നും ചെയ്യാണ്ട്, ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ, അതായത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ തിരിച്ച് എവിടേക്കാണോ ഉള്ളത് അവിടേക്ക്, അതായത് ഈ സ്ഥലത്താണ് പ്രശ്നം ഉണ്ടാക്കാൻ ആന ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്താന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഈ ഒരു സാധനം നമ്മൾ ഈ ഓഡിയോ ആ സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ ആനകൾക്ക് അത് ഡിസ്റ്റർബ് ആവുകയും ആ സ്ഥലത്ത് എന്തോ പ്രശ്നം വരാനുണ്ട് എന്നുള്ള ആനയ്ക്ക് സൂചന കിട്ടുകയും അതുകൊണ്ട് ആന ആ സ്ഥലത്ത് നിന്ന് വേഗം പോവുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.